കഥ കേൾക്കാൻ കുഞ്ഞുമണികൾ റെഡിയാണോ? എങ്കിൽ ഇന്നത്തെ കഥയുമായി ഞാനും റെഡിയാണ് കേട്ടോ. ഇന്ന് നമ്മള് കേൾക്കാൻ പോകുന്ന കഥയുടെ പേരാണ് എച്ചിമി. മുമ്പ് എവിടെയെങ്കിലും ഈ പേര് കേട്ടിട്ടുണ്ടോ? ഈ പേരിൽ ഒരു കൂട്ടുകാരി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ശരി, എന്തായിരിക്കും എച്ച്മിയുടെ കഥ? നമുക്ക് നോക്കാം അല്ലേ? എനിക്ക് 9 വയസ്സും അനിയൻ ഉണ്ണിക്കുട്ടന് 6 വയസ്സുമാണ് പ്രായം. ഈ ചെറിയ വയസ്സിലുണ്ടായ ഒരു സംഭവം എന്നെ പഠിപ്പിച്ചത് വലിയ ഒരു പാഠമാണ്. അന്നൊരു അവധി ദിവസമായിരുന്നു. ഉണ്ണിയും ഞാനും വൈകിയാണ് എഴുന്നേറ്റത്. പല്ല് തേച്ചു കുളിച്ച് റെഡിയായി വന്നപ്പോഴേക്കും അമ്മ ഞങ്ങൾക്കുള്ള കാപ്പി തയ്യാറാക്കി കഴിഞ്ഞിരുന്നു. 2 പാത്രങ്ങളിലായി ഇഡ്ഡലിയും പച്ചമുളകും തേങ്ങയും ചേർത്തുണ്ടാക്കിയ വെള്ളച്ചമ്മന്തിയും 2 ഗ്ലാസുകളിലായി പാലും അമ്മ ഞങ്ങൾക്കായി മേശപ്പുറത്ത് കൊണ്ടുവച്ചു. എനിക്ക് ഭക്ഷണം കഴിക്കാൻ വലിയ മടിയാണ്. ഒരു ഇഡ്ഡലി കഴിക്കാൻ തന്നാൽ പകുതി എങ്ങനെയെങ്കിലും കഴിച്ചിട്ട് ബാക്കി അമ്മ കാണാതെ എവിടെയെങ്കിലും കളയുകയാണ് എന്റെ സ്ഥിരം പരിപാടി. പാലിന്റെ കാര്യം പറയുകയേ വേണ്ട. പാൽ കുടിക്കാൻ ഇഷ്ടമേ അല്ല. അതുകൊണ്ട് അമ്മയുടെ കണ്ണു വെട്ടിച്ച് പാല് വാഷ് ബേസിനിൽ ഒഴിച്ചു കളയും. പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നാണല്ലോ. അങ്ങനെ ഒരു നാൾ ഞാനും പിടിക്കപ്പെട്ടു. അന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് നല്ല തല്ലും കിട്ടി. അതിൽ പിന്നെ ഇഷ്ടമില്ലെങ്കിലും സഹിച്ച് 2 വിരൽ കൊണ്ട് മൂക്കുപൊത്തി പാല് അകത്താക്കേണ്ട അവസ്ഥയായി. ഞാനും ഉണ്ണിയും ഇഡ്ഡലിയോടും ചമ്മന്തിയോടും വലിയ താല്പര്യമൊന്നും കാണിക്കാതെ അമ്മയുടെ കയ്യിൽ നിന്ന് അടി കിട്ടാതിരിക്കാൻ വേണ്ടി മാത്രം ഇഡ്ഡലി തിന്നെന്ന് വരുത്തി മുറ്റത്തേക്ക് ഓടി. അവധി ദിവസമാണല്ലോ, വൈകുന്നേരം വരെ കളിക്കാം. ആഹാ, എന്തൊരു സന്തോഷം! ഞങ്ങൾ 2 പേരും അച്ഛന്റെ പിന്നാലെ കൂടി. അച്ഛൻ ഞങ്ങൾക്ക് ഒരു തുലാസ് ഉണ്ടാക്കി തരണം, അതാണ് ആവശ്യം. ഇന്ന് കടയാണ് കളിക്കാൻ പോകുന്നത്. ഒരു ചെറിയ മരച്ചീനിക്കമ്പിന്റെ 2 അറ്റത്തും കനത്തിൽ വാഴനാരുകൊണ്ട് കെട്ടി, പിന്നെ വാഴനാരിന്റെ താഴെയറ്റത്ത് ചിരട്ടകൾ കെട്ടും. അപ്പോൾ അത് തുലാസ് പോലെ ഇരിക്കും. ഞങ്ങൾക്ക് ഇത്തരം രസകരമായ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കിത്തരുന്ന കാര്യത്തിൽ അച്ഛൻ മിടുമിടുക്കനാണ്. ഓലപ്പന്ത്, കൊച്ചിങ്ങ കൊണ്ടുള്ള റാന്തൽ വിളക്ക്, തെങ്ങിന്റെ മടലുകൊണ്ട് ഒന്നാന്തരം കാളക്കുട്ടൻ, അങ്ങനെ പലതരം കളിപ്പാട്ടങ്ങൾ അച്ഛൻ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരാറുണ്ട്. അങ്ങനെ അച്ഛനും ഞങ്ങളും തുലാസ് ഉണ്ടാക്കുന്ന തിരക്കിൽ നിൽക്കുമ്പോഴാണ് അടുക്കള വശത്ത് ഒരു ശബ്ദം കേട്ടത്. അമ്മാ, അമ്മാ! ആരാണ് വിളിക്കുന്നതെന്നറിയാൻ അമ്മ മുറ്റത്തേക്കിറങ്ങി. കളി ഉപേക്ഷിച്ച് ഞങ്ങളും അടുക്കള വശത്ത് എത്തി. അതൊരു കൊച്ചു പെൺകുട്ടിയായിരുന്നു. എന്നെക്കാളും ചെറിയ പെൺകുട്ടി. പെറ്റിക്കോട്ടായിരുന്നു വേഷം. മുടിയൊക്കെ പാറി പറന്ന് മെലിഞ്ഞ ഒരു പെൺകുട്ടി. ഒരു ഒട്ടക്കുട്ടി, അതായത് നാടോടിക്കുട്ടി. ഞങ്ങളുടെ നാട്ടിൽ അക്കാലത്ത് ചില മാസങ്ങളിൽ നാടോടികൾ വന്ന് തമ്പടിക്കുമായിരുന്നു. ഒട്ടര് എന്നാണ് അവരെ വിളിച്ചിരുന്നത്. മൈതാനങ്ങളിലോ ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലോ ഒക്കെ അവർ കൂടാരം കെട്ടും. അവിടെയാണ് താമസം. സ്കൂളിൽ പോകുമ്പോഴൊക്കെ അവരെ കണ്ടിട്ടുണ്ട്. അച്ഛനും അമ്മയും കുറേ കുട്ടികളും തുണി കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ കൂടാരത്തിലായിരിക്കും താമസിക്കുന്നത്. അടുക്കി അടുക്കി നിരവധി കൂടാരങ്ങളിലായി കുറേ കുടുംബങ്ങൾ താമസിക്കും. കുട്ടികൾക്ക് നല്ല ഉടുപ്പും ചെരുപ്പും ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെ വരുന്ന നാടോടി സ്ത്രീകളും കുട്ടികളും അന്നാട്ടിലെ വീടുകളിലൊക്കെ പോയി ഭിക്ഷയെടുക്കും. ചിലർ ഉപ്പുമാങ്ങ ഭരണി പോലെയുള്ള ചില സാധനങ്ങൾ വീടാന്തരം നടന്നു വിൽക്കും. അത്തരം കൂടാരങ്ങളിൽ ഏതോ ഒന്നിൽ നിന്നാവണം ഈ ഒട്ടക്കുട്ടി ഞങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുന്നത്. അമ്മയ്ക്ക് കുട്ടികളെ ജീവനാണ്. ഒട്ടക്കുട്ടി തലയും ചൊറിഞ്ഞ് പുഴുപ്പല്ലും കാട്ടി ചിരിച്ച് കൈയും നീട്ടി നിൽക്കുവാണ്. അവൾക്ക് എന്തെങ്കിലും ഭിക്ഷ കൊടുക്കണം. അമ്മ അവളോട് ചോദിച്ചു, എന്താ നിന്റെ പേര്? എച്ചിമി. നീ വല്ലതും കഴിച്ചോ? ഇല്ല എന്ന മട്ടിൽ എച്ചിമി തലയാട്ടി. ഇഡ്ഡലി തന്നാൽ തിന്നുമോ? അമ്മ ചോദിച്ചു.
വളരെ സന്തോഷം എന്ന മട്ടിൽ എച്ചുമി വീണ്ടും തലയാട്ടി. അമ്മ ഒരു വാഴയില എടുത്തുകൊണ്ട് വന്നു. അവളോട് കൈ കഴുകി വരാൻ പറഞ്ഞു. അടുക്കള വശത്ത് നല്ല വീതിയുള്ള ഒരു പടിയുണ്ട്. അവിടെ ഇരുന്നാണ് അമ്മ പലപ്പോഴും കറിക്കരിയുന്നത്. അമ്മ ആ പടിയിൽ ഇലയിട്ട് അതിൽ 3 ഇഡലി വെച്ചു. ഇലയുടെ ഒരു വശത്തായി ചമ്മന്തിയും ഒഴിച്ചു. എച്ചുമി അത് അവിടെ ഇരുന്ന് ആസ്വദിച്ചു കഴിക്കാൻ തുടങ്ങി. ഉണ്ണിയും ഞാനും എച്ചുമി കഴിക്കുന്നത് നോക്കിയിരുന്നു. അമ്മ എച്ചുമിയോട് അവളുടെ അമ്മയെയും അച്ഛനെയും കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. അവൾക്ക് മലയാളം അറിയില്ല എന്ന് സംസാരത്തിൽ നിന്നും മനസ്സിലായി. എങ്കിലും അമ്മയുടെ ചോദ്യങ്ങൾക്കൊക്കെ പുഞ്ചിരിയോടെ അവൾ മറുപടി പറയുന്നുണ്ട്. 3 ഇഡലിയും ചമ്മന്തിയും കറിവേപ്പില പോലും ബാക്കി വയ്ക്കാതെ എച്ചുമി കഴിച്ചു. ഞാൻ ഞെട്ടിപ്പോയി. ഒരു കുട്ടിക്ക് 3 ഇഡലിയൊക്കെ തിന്നാൻ പറ്റുമോ? പോരാത്തതിന് ദേ കറിവേപ്പിലയും തിന്നു. ഇതൊക്കെ ആരെങ്കിലും തിന്നുമോ എന്നാലോചിച്ച് അന്തം വിട്ട് നിൽക്കുമ്പോഴാണ് അമ്മയുടെ വക ചോദ്യം. നിനക്കിനി വേണോ? എച്ചുമി മൂളി. അമ്മ വീണ്ടും 2 ഇഡലിയും ചമ്മന്തിയും കൂടി ഇലയിൽ വച്ചു കൊടുത്തു. അവൾ അത് മുഴുവനും കഴിച്ചു. 1, 2, 3, 4, 5. ഹമ്പടാ, ഒരു കുട്ടി 5 ഇഡലി കഴിക്കുമോ? എന്റെ കണ്ണൊക്കെ തള്ളി പുറത്തേക്ക് വന്നു. അപ്പോൾ അമ്മ വീണ്ടും ചോദിക്കുന്നു, ഇനി വേണോ? എച്ചുമി അമ്മയെ നോക്കി വളരെ സ്നേഹത്തോടെ പോതും എന്ന് പറഞ്ഞു. എന്നിട്ട് ആ ഇലയെടുത്ത് ദൂരെ കളഞ്ഞ് കൈ കഴുകി വന്നു. അപ്പോഴേക്കും അമ്മ അകത്തുപോയി എന്റെ 2-3 പഴയ ഉടുപ്പുകളുമായി വന്നു. അത് അവൾക്ക് കൊടുത്തു. എച്ചുമിക്ക് വലിയ സന്തോഷമായി. അവൾ സന്തോഷത്തോടെ ഞങ്ങൾക്ക് ടാറ്റ കാണിച്ചു പോയി. പിന്നീട് ഒരിക്കലും ഞങ്ങൾ എച്ചുമിയെ കണ്ടിട്ടില്ല. എന്നാൽ പിന്നീട് അങ്ങോട്ട് എന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിച്ചു. പിന്നീട് എനിക്ക് ഭക്ഷണം കളയാൻ തോന്നിയിട്ടില്ല. മാത്രമല്ല, ഇഡലി എനിക്ക് ഏറെ പ്രിയപ്പെട്ടതായി മാറുകയും ചെയ്തു. ഇഡലി കഴിക്കുമ്പോൾ എനിക്ക് എച്ചുമിയെ ഓർമ്മ വരും. അവൾ കഴിച്ചതുപോലെ ഒട്ടും പാഴാക്കാതെ കഴിക്കുകയും ചെയ്യും. എന്റെ കുഞ്ഞു കൂട്ടുകാർക്ക് എച്ചുമിയുടെ ഈ കഥ ഇഷ്ടപ്പെട്ടോ? ഈ കഥയോട് എനിക്ക് കുറച്ച് ഇഷ്ടം കൂടുതലാണ്. എന്താ കാര്യം എന്നറിയോ? ഇത് എന്റെ കുഞ്ഞിമണികൾക്ക് വേണ്ടി ഞാൻ തന്നെ എഴുതിയ കഥയാണ്. ഞാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ കഥകളൊക്കെ പറഞ്ഞു തരുന്ന, വായിച്ചു തരുന്ന എന്റെ പേര് അഞ്ജലി രാജൻ ദിലീപ്. കഥ കേൾക്കാൻ ഏറെ ഇഷ്ടമുള്ള കുഞ്ഞിമക്കൾക്ക് വേണ്ടി എച്ചുമിയുടെ കഥ ഞാൻ എഴുതിയപ്പോൾ അത് പുസ്തക രൂപത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത് നമ്മുടെ കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഇതിൽ മനോഹരമായി ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത് NG സുരേഷ് കുമാർ പുല്ലങ്ങടിയും. ഒരുപാട് കുഞ്ഞു കുഞ്ഞു കഥകൾ മനസ്സിലുണ്ടായിരുന്നിട്ടും ആദ്യം പറയുന്ന കഥ എച്ചുമിയുടേത് തന്നെ ആകണം എന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ടാണെന്നറിയാമോ? അറിയാതെയെങ്കിൽ പോലും പലപ്പോഴും നമ്മള് ഭക്ഷണം പാഴാക്കി കളയാറുണ്ട്. ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം കൊണ്ട് അച്ഛനും അമ്മയും നമുക്കിഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നമ്മുടെ മേശപ്പുറത്ത് എത്തിക്കുന്നു. എന്നാൽ പലപ്പോഴും ഈ ഭക്ഷണം പാഴാക്കുന്ന സ്വഭാവം നമുക്കുണ്ട്, അല്ലേ? അമ്മ ദോശ ഉണ്ടാക്കി കൊണ്ടുവരുമ്പോ നമ്മൾ ചോദിക്കും, ഇന്ന് ദോശയാണോ? എനിക്ക് ദോശ വേണ്ട, എനിക്ക് പുട്ടാണ് ഇഷ്ടം. എന്നാ പുട്ട് കൊണ്ടുവന്നാ ചോദിക്കും, ഇന്ന് പുട്ടാണോ? എനിക്ക് പൂരിയാണ് ഇഷ്ടം. ഇങ്ങനെ നമ്മുടെ ഇഷ്ടങ്ങൾ മാറി മാറി വരും, അല്ലേ? പലപ്പോഴും ഭക്ഷണത്തിന് നമ്മൾ വേണ്ടത്ര വില കൊടുക്കാറില്ല, അല്ലേ? ഓ, ഇതെന്താ, ഇതെപ്പോ വേണേലും കഴിക്കാലോ എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ 3 നേരവും ഭക്ഷണം കഴിക്കാൻ കിട്ടുന്നവർ വലിയ ഭാഗ്യവാന്മാരാണ്. എത്രയോ കുഞ്ഞുങ്ങൾ, എത്രയോ മനുഷ്യർ നമ്മുടെ ലോകത്തുണ്ടെന്നറിയാമോ? ഒരു നേരം പോലും വയറ് നിറയെ ഭക്ഷണം കിട്ടാത്തവർ. അതുകൊണ്ട് നമ്മൾ 2 കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കണം. ഒന്ന്, ആവശ്യത്തിനുള്ള ഭക്ഷണം മാത്രം നമ്മുടെ പാത്രത്തിലേക്ക് എടുക്കുക. ഭക്ഷണം നമ്മൾ പാഴാക്കി കളയരുത്. രണ്ടാമത്തെ കാര്യം, ഓരോ തവണയും ആഹാരത്തിന് മുന്നിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഒരു നിമിഷമെങ്കിലും നന്ദിയോടുകൂടി ഈ ആഹാരം നമ്മുടെ തീന്മേശയിലെത്താൻ സഹായിച്ച എല്ലാവർക്കും മനസ്സുകൊണ്ടൊരു നന്ദി പറയണം. അരി, ഗോതമ്പ്, പച്ചക്കറികൾ, പഴങ്ങൾ ഇതെല്ലാം പാവപ്പെട്ട കൃഷിക്കാര് നമുക്ക് വേണ്ടി കൃഷി ചെയ്തുണ്ടാക്കുന്നതാണല്ലേ. അപ്പൊ അതിന് നമുക്കവരെ നേരിട്ട് അറിയില്ലെങ്കിൽ പോലും മനസ്സുകൊണ്ട് നമ്മൾ അവരോട് നന്ദി പറയണം. അവരുള്ളത് കൊണ്ടാണ് നമ്മുടെ വയറ് നിറയുന്നത്. ഈ ഭക്ഷണ സാധനങ്ങളുമായി കർഷകന്റെ അടുത്ത് നിന്നും എല്ലാ നാടുകളിലേക്കും പോകുന്ന വണ്ടിക്കാരുണ്ട്. പിന്നെ ഇതൊക്കെ
കാശ് കൊടുത്ത് വാങ്ങി മക്കള് കഴിക്കട്ടെ, അവർ ആരോഗ്യത്തോടെ വളരട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്ന അച്ഛനമ്മമാര് എല്ലാവരോടും മനസ്സിൽ നന്ദി പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട്. തീർച്ചയായും നിങ്ങൾ ഈ പുസ്തകം വാങ്ങണം, വായിക്കണം. ലക്ഷ്മിയെയും ഉണ്ണിക്കുട്ടനെയും ചേച്ചിയെയും അമ്മയെയും അവർക്ക് തുലാസുണ്ടാക്കി കൊടുക്കുന്ന അച്ഛനെയും ഒക്കെ നിങ്ങൾക്കിതിൽ കാണാൻ പറ്റും. ഈ കഥ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും വായിക്കാനും പറ്റും. കഥ ഇഷ്ടമായോ എന്ന് അറിയിക്കാൻ മറക്കല്ലേ. അപ്പൊ ഇനി നമുക്ക് മറ്റൊരു കഥയുമായി വീണ്ടും കാണാം.